എല്ലാവർക്കും നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോ അതിൻ്റെതായ ക്ഷീണമൊക്കെ ഉണ്ടോന്നൊരു സംശയം. അതൊന്നും പ്രതിഫലിക്കാതെ ദൈവസ്ഥാനത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിലെ തുടങ്ങി വെച്ച സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ആ പഠനത്തിന്റെ തുടർച്ചയായി ഇന്നും ചില കാര്യങ്ങൾ ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നത്തെ വിഷയം വീണ്ടും ജനനത്തിന്റെ അടയാളങ്ങൾ എന്നുള്ളതാണ്. ഒരാൾ വീണ്ടും ജനിച്ചു എന്നിങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും. അത് ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി മാറുകയാണ്. ആദാമിക കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി മാറുന്നതാണ് ആ ട്രാൻസ്ഫോർമേഷൻ. ദൈവത്തിന്റെ ഭവനത്തിൽ ജനിക്കുകയാണ്. ഈ ദൈവഭവനത്തിൽ ജനിക്കുന്നതിനെ കുറിച്ച് പത്രോസ് പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു വചനമുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. എന്താ? ഇപ്പോൾ ജനിച്ച ശിശുക്കൾ. അപ്പോൾ പുതുതായി ജനിക്കുന്ന പ്രാരംഭ ദശ എന്ന് പറയുന്നത് അതെന്താണ്? ഇപ്പോൾ ജനിച്ച ശിശുവാണ്. വീണ്ടും ജനിച്ചിട്ട് വർഷങ്ങൾ 10-16 10-25 കഴിഞ്ഞിട്ടും പ്രാർത്ഥിക്കുമ്പോൾ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒക്കെ പ്രാർത്ഥിക്കുന്ന എന്താ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ 11 വയസ്സിനകത്ത് 25 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞ വയസ്സെത്രയായി? 25 എന്നിട്ട് എന്താ വേണ്ടത്? ഇപ്പോൾ ജനിച്ച ശിശുവിന് കിട്ടുന്ന പാലാണ് വേണ്ടത്. നമ്മളെ ദൈവ കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ അനുഭവത്തെ കുറിച്ച് യോഹന്നാൻ പറയുന്നതാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തില് ദൈവ കുടുംബത്തിൽ 3 വിഭാഗം ആളുകളുണ്ട്. എല്ലാവരും ഉന്മേഷത്തോടൊക്കെ ഇരുന്നാൽ ഒരു സന്തോഷമായിരിക്കും. എനിക്ക് പറയാനൊരു പ്രേരണയല്ല. നോക്കുന്നുണ്ട്. എനിക്ക് ഇന്നലെ വലിയ സന്തോഷമായി. ആ സന്തോഷം കളയുന്നില്ല കേട്ടോ. അപ്പോ കേൾക്കാനുള്ള ആർത്തിയോടെ ഇരിക്കുന്ന ഒരു സദസ്സിനെ അംഗീകരിക്കുമ്പോഴാണ് ശുശ്രൂഷിക്കുന്ന ദൈവദാസന് ഒരു വലിയ പ്രചോദനവും ആവശ്യമുണ്ടാകും. എനിക്ക് ഇടയ്ക്ക് വെള്ളം വേണ്ടി വരുന്നത്. ഇന്ന് വെള്ളം എടുക്കുന്നതാണ്. അത്യാവശ്യം വരുവാണെങ്കിൽ മതി. അപ്പോ ഈ ദൈവ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവ മക്കളെന്നല്ലല്ലോ, എന്താ ഇന്നലെ പറഞ്ഞേ? നമുക്ക് ഏറ്റവും ഇഷ്ടം ദൈവമക്കളെന്ന് പറയുന്നതാണ്. പക്ഷേ പുതിയ ദൈവ വിശ്വാസികളെ കുറിച്ച് എങ്ങനെയാ പറയേണ്ടത്? ദൈവത്തിന്റെ പുത്രന്മാരാണ്. പുത്രത്വത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പുത്രത്വത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ 3ആയിട്ട് എത്തിരിക്കാൻ സാധിക്കും. 3 വിഭാഗമാണ്. അത് ഞാൻ ഒരു 4-5 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ആശയത്തിലേക്ക് പോകാൻ എനിക്ക് 1-ാം അധ്യായത്തില് 2-ാം അധ്യായം, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിക്കുക ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളല്ലേ? ഈ ദൈവ കുടുംബത്തിൽ ആരുണ്ട്? കുഞ്ഞുങ്ങൾ. ഇംഗ്ലീഷ് ബൈബിളിലുള്ളവർ നോക്കിയോ, ലിറ്റിൽ ചിൽഡ്രൻ എന്നാണ്. ദൈവ കുടുംബത്തിലെ ആദ്യത്തെ വിഭാഗത ലിറ്റിൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ജനിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ചത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിസ്നാനപ്പെടാനൊക്കെ ഉള്ളവരും രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് എന്താ ആവശ്യം? അതാണ് നമ്മൾ 10 വർഷം നേരത്തിൽ വായിച്ചത്. അവരുടെ വളർച്ചയ്ക്ക് ആവശ്യം എന്താ? പാലാകുന്നത്.
ഈ പറന്നു വീഴുന്ന പിള്ളേർക്ക് കൊണ്ടുവന്ന് ഇറച്ചി കഷ്ണം കൊടുത്താൽ ചില സഭയിലെ വചന ശുശ്രൂഷ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ദഹിക്കാത്ത സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താ? ആ ആളിനെ ഗ്രഹിക്കാൻ പ്രാപ്തിയുണ്ടോ, ഇത് കഴിക്കാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ ദൈവഭവനത്തിലെ കുഞ്ഞുങ്ങളാണ്. ഞാൻ ഒരു വാക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞ് രണ്ടാമത്തെ വിഭാഗത്തിൽ ഇവിടെ കുഞ്ഞുങ്ങൾ എന്നുള്ള പ്രയോഗം വീണ്ടും വരുന്നതാണ്. ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നിടം വരെ, ജനിക്കുന്നിടം മുതൽ പിന്നെ ബാക്കിയുള്ളതാണ് മരിക്കുന്നിടം വരെ ആരാണ് കുഞ്ഞുങ്ങളാണ്. വളരെയേറെ ഞാൻ ചിലർക്ക് 103 സങ്കീർത്തനയില്ലായിരുന്നെങ്കിൽ ചിലർ ചുറ്റിപ്പോയത്. ഈ ഗൾഫിലൊക്കെ സന്ദർശിക്കാൻ നമുക്കറിയാം. നമ്മുടെ വിജോയ്സോറിനൊക്കെ അറിയാം. അവിടെ ഈ നാട്ടിൽ നിന്നൊക്കെ ചെല്ലുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒറ്റ എഴുന്നേൽപ്പേ ഉള്ളൂ. പിന്നെ അവർ പോരാൻ നേരത്ത് ബൈബിൾ പോരാൻ നേരത്താണ് അവരുടെ എന്നിട്ട് ഈ സാക്ഷ്യം പറഞ്ഞൊരു സാക്ഷ്യം എന്നുള്ള വാക്ക് അത്ര ശരിയല്ല. ഇത് പറഞ്ഞിട്ട് ഇവരോട് പറയും, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നു. ഇങ്ങനെ സന്തോഷിപ്പിച്ചതല്ല, പിന്നെ ദുഃഖിപ്പിച്ചതല്ല. ഏതാ വാക്യം അറിയാമോ? 14 സങ്കീർത്തനം 5 അവങ്കിലേക്ക് നമുക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക വിദ്വാന്മാരും ഈ വാക്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത് കേട്ടോ. രക്ഷിക്കപ്പെട്ടു, പക്ഷെ എന്തില്ല ഒരു കുഞ്ഞ് വളരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കളുടെ ഭാരം എന്തുമാത്രമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ടായിരിക്കും. ചെലുത്താൻ എല്ലാവരുടെ കയ്യിൽ ഒരു കൊച്ചി യന്ത്രം കൊണ്ട് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ പ്രശ്നം കേൾക്കുന്നവരെ ഉണ്ടല്ലോ പുത്തം തുറക്കും. നിങ്ങൾ മിണ്ടയല്ലേ, വേദോസം തുറക്കോ? ഈ കുന്തം കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളാ, അപകടത്തിലേക്ക് ഒന്നും പോകരുത് കേട്ടോ. ചെറുപ്പക്കാരുടെ വളരണം, ദൈവത്തിന്റെ വചനം പഠിക്കണം, അതിൽ ബലപ്പെടണം. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തരും. നല്ല പിന്താങ്ങുമായിട്ട് സന്തോഷിക്കാൻ പറ്റും. ലിറ്റിൽ ചിൽഡ്രൻ എന്ത് ചെയ്യണം? ലിറ്റിൽ ചിൽഡ്രന്റെ യോഗ്യത ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അറിയണം, അവർക്ക് ഒരു കാര്യം അറിയത്തുള്ളൂ, ഞങ്ങളുടെ പാപം മോചിക്കപ്പെട്ടു. കർത്താവിന്റെ നാമനിമിത്തം ഞങ്ങളുടെ പാപം മോചിക്കപ്പെട്ടു. അത് ലിറ്റിൽ ചിൽഡ്രന്റെ അവർക്ക് എത്ര അറിയത്തുള്ളൂ. എന്നാൽ അവരെ എന്ത് ചെയ്യണം? അവരെ ആത്മീയമായി സ്ഥാനസഭകളിൽ വചന പഠനം ഉണ്ടാവുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീയ പക്വതയും ദൈവജനം പകർന്നു തരാൻ കഴിവുള്ള സഹോദരന്മാരുടെ അടുക്കൽ ചെല്ലണം. അവരുടെ മുമ്പിലിരിക്കണം. അവരിൽ നിന്ന് ദൈവജനം വളരണം. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് എൻ്റെ വീട്ടിൽ 5 മണിയാകുമ്പോ വീട് നിറച്ച ആളാ. ചെറുപ്പക്കാരി പിള്ളേരാ വരുന്നത്. എന്താണെന്നറിയോ? എൻ്റെ അപ്പൻ്റെ ക്ലാസ് കേൾക്കാൻ പ്രത്യേകിച്ച് സഭ അറേഞ്ച് ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് എങ്ങനെ 3 ആഴ്ച വൈകിട്ട് എന്തുണ്ട് ബൈബിൾ ക്ലാസ് ഉണ്ട്. എല്ലാവരും ഇതങ്ങനെയല്ല. എല്ലാ ദിവസവും ഈ മർദ്ദവുമായെന്നും മറ്റു സഭകളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അവർക്കന്ന് ആർത്തിയാണ് ദൈവത്തിന്റെ വചനം പഠിക്കുക. അപ്പൊ നമ്മളും അവിടെ നിന്നും വന്ന് ഇവിടെ പാരമ്പര്യമായിട്ട് താല്പര്യം ഉണ്ടാകണം വചനത്തോട്. ഇവിടെ
പത്രോസ് പറഞ്ഞ എന്താ? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ വാഞ്ചിക്കും. വാഞ്ചിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? പാല് കുടിക്കാൻ ഉള്ള വാഞ്ച. ഞാൻ ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ അപ്പനിട്ട് നല്ല ബൈബിൾ ടീച്ചറാണ്. അദ്ദേഹം പറയുന്നത് മക്കളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. എൻ്റെ അമ്മ നല്ല ഈ കന്നുകാലി കൃഷിക്കാരി, ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് എന്നോട് അത്രയും അങ്ങനെ പറയുന്ന അതിലൊക്കെ കാറ്റിലൊക്കെ കിടച്ചുകൊണ്ട് വരുന്ന കണ്ടാണല്ലോ, നമ്മൾ അന്തിച്ചു. അതുപോലുള്ള കൃഷിക്കാരിയാണ്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഈ കന്നാലിയെ വളർത്തുന്നതും അത് പ്രസവിക്കുന്നതും അതിൻ്റെ കുട്ടിയെ ഒക്കെ ഈ അമ്മ, ഈ തള്ള, ഈ പശു പരിചരിക്കുന്നു. എൻ്റെ പിതാവ് പറഞ്ഞ ദൃഷ്ടാന്തത്തിലേക്ക് ഞാൻ പറയും, ഇങ്ങനെ ഈ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജനിച്ചു കഴിയുന്നുടനെ ഈ അമ്മ എന്ത് ചെയ്യുന്നത്? ഇതിനെ നക്കി തോർത്തു. എന്തിനാ ഈ നക്കി തോർത്തുന്നതെന്നറിയോ? അതൊരു മസാജിങ്, ദൈവം വച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ കുഞ്ഞൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മസാജിങ് വേണം. അതിനായി നാഗോണ്ട ഇങ്ങനെ നിൽക്കുന്നത്. ആ മസാജിങ് കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ ഒരു ശേഷിയാകുമോ? ഇത് 4 കാലം 4 വശത്തോട്ട് വെച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ഈ തലയും കൊണ്ട് ഒരു പോക്ക്. ഇതാ വാഞ്ച. ഈ തലയും കൊണ്ട് കൊണ്ടാ പോകുന്നത്. എന്റെ പാലുകളാണ് രക്ഷിക്കപ്പെട്ടവനെ തിരിച്ചറിയാവുന്നത് ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയോ? വചനം കുടിക്കാൻ വാഞ്ചില്ല. മനസ്സിലായോ? ഇതാണ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന ഇപ്പൊ ഏറ്റവും അധികം എനർജി ഏതാ? ഓടെ നമുക്ക് അങ്ങനെയൊന്നും പോകണ്ട, നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ടല്ലേ, പോസിറ്റീവായിട്ട് വന്നു അപ്പോൾ ലിറ്റിൽ ദൈവ കുടുംബത്തിൽ, ആദാമിന്റെ കുടുംബത്തിൽ ഇപ്പൊ നമ്മളവിടെ വന്നു, ദൈവത്തിന്റെ കുടുംബത്തിൽ. ആ കുടുംബത്തിൽ വന്ന ആദ്യത്തെ സ്റ്റേജാണ് ഇത് ലിറ്റിൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് നോക്കിക്കോട്ടെ. രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് ഇവിടെ യോഹന്നാൻ പറയുന്നത് 13-ാം വാക്യം. 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. ആദ്യത്തെ വാക്യം പിതാക്കന്മാരെന്നുള്ള ഇവിടെ നമുക്ക് പിന്നാലെ ചിന്തിക്കുന്നു. അടുത്ത എന്താ? ബാല്യക്കാരൻ. ഇംഗ്ലീഷ് നോക്കിയ ബാല്യക്കാരൻ എന്നുള്ളതിന് എന്താ കൊടുത്തിരുന്നത്? ഈ ശിശു ഇപ്പൊ ആരായി? ലിറ്റിൽ ചിൽഡ്രൻ ഇപ്പൊ ആരായി? സ്തോത്രം. ഇന്ന് പറയണ്ട, ഞാൻ പറഞ്ഞ എന്താ സ്തോത്രം. ഞാൻ കൊച്ചു പിള്ളേരായിരുന്നു, ഇപ്പൊ ആരായി? യുവത്വത്തിലെത്തി. ആ യുവത്വത്തിലെത്തിയതിന്റെ ലക്ഷണം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. 14-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നോക്കി. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും. ബാല്യക്കാരാ? ബാല്യക്കാരുടെ ലക്ഷണം എന്താ? അവര് ജിമ്മിലൊക്കെ പോയല്ലേ, ശക്തരാണ്. പിന്നെ നിങ്ങൾ ശക്തരാകിയാലും, പിന്നെ ശക്തരാകാനുള്ള കാരണം എന്താണെന്നറിയാമോ? അറിയുന്നുണ്ടാവും പറഞ്ഞിരുന്നു. ഇവര് ശക്തരായിരിക്കുന്നതിന് കാരണം എന്താ? എല്ലാവരും നോക്കിയിട്ട് പറയാം. ദൈവത്തിന് അവരുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവര് ശക്തരാണ്. ഈ ദൈവവചനം ഉള്ളിലുണ്ട്, ശക്തരായതുകൊണ്ട് അവർക്കൊരു ഗുണം കൂടി. എന്താ പറയാ? ദുഷ്ടനെ ജയിച്ചു.
ഡിസംബർ 31 നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ വർഷം ആരോഗ്യകരമായ ക്രിസ്ത്യൻ ജീവിതം ഞാൻ നയിച്ചു, ദുഷ്ടനെ തോൽപ്പിച്ചു, വിജയകരമായ ക്രിസ്ത്യൻ ഞാൻ നയിച്ചെന്നാരെങ്കിലും പറഞ്ഞിരുന്നു? കഴിഞ്ഞ വർഷത്തെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനത വെച്ചു. ഡിസംബർ 31 കാത്തിരിക്കുക. എന്തിനാ ഇത് പറയാൻ വേണ്ടി? ഞാൻ വലുതായിട്ട് പറയുകയല്ല കേട്ടോ. എന്തുകൊണ്ടാണ് നീ വീണു പോകുന്നത്? ശക്തിയില്ലാത്ത കാരണം എന്താ? എത്ര പേർക്ക് ഒരു വിഷയം പറഞ്ഞാൽ റഫറൻസ് പറയാൻ പറ്റും. ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറ്റം പറയാൻ ആരും വിചാരിക്കരുത്. ഈ പലയിടത്തും ശ്രദ്ധിക്കും, വാക്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് എവിടാണെന്ന് ചോദിച്ചാൽ പലർക്കും അത് എവിടാണെന്ന് അറിയാം, വാക്യം അറിയാം, പക്ഷെ അത് എവിടാണ് പറയാൻ. സ്തോത്രം. ഈ രണ്ടാമത്തെ വീട്ടില് ശൈശവത്വത്തിൽ നിന്ന് എവിടോട്ട് വളർന്നു? യുവത്വത്തിലേക്ക് വളർന്നു. യുവാവായി, യുവതിയായി, അല്ലെ? യുവത്വത്തിൽ. ഇത് നോക്കിയ ദൈവകുടുംബത്തിലെ മൂന്നാമത്തെ കൂട്ടുകാരാണെന്ന് നോക്കി അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. 13-ാം വാക്യത്തിലും പറയുന്നുണ്ട്, 14-ാം വാക്യത്തിലും പറയുന്നുണ്ട്. ആരാ? പിതാക്കന്മാർ, ഫാദേഴ്സ്, പിതാക്കന്മാർ. സ്തോത്രം. ഈ പിതാക്കന്മാരാണ് ഞാൻ ചോദിച്ച കേട്ടില്ലായിരിക്കും. പിതാക്കന്മാരാരാ? ഞാൻ ഈ ചോദ്യം അവിടുത്തെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ചോദിച്ചെന്ന് മുമ്പ് ഇരുന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചു പറഞ്ഞ ഉത്തരം കേൾക്കുന്നു. പിതാക്കന്മാർ കല്യാണം കഴിച്ചവരാണ്. കല്യാണം കഴിച്ചവരെല്ലാം പിതാക്കന്മാരാണ്. കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ടല്ലേ? കല്യാണം കഴിച്ചതുകൊണ്ട് എല്ലാവരും പിതാക്കന്മാരാണെന്ന് ഇല്ല. പിതാക്കന്മാർ എന്നുള്ളത് ഡെഫിനേഷൻ എന്താ? മക്കൾ ഉള്ളവരാണ് അത് പിതാക്കന്മാർ. ഇപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചാൽ പാലരിയിൽ നിന്ന് ചൂടും എത്ര മക്കളുണ്ട്? നിങ്ങളുടെ വീട്ടിൽ 2 മക്കളുണ്ട്. അതിന്റെ കാര്യമല്ലേ ഞാൻ ചോദിച്ചു. പൗലോസ് പറഞ്ഞു, സുവിശേഷത്താൽ ഞാൻ ജനിപ്പിച്ച നിങ്ങൾ സുവിശേഷം കൊണ്ട് ജനിപ്പിച്ച എത്ര മക്കൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്? നിങ്ങളൊന്ന് പറ. ഇനി വിളിക്കണ്ട. ഞാനങ്ങനെ ഈ സ്റ്റേജ് ബുക്ക് ചെയ്ത് ചോദിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ വിളിക്കാത്തത് എന്താണെന്ന് ഞാൻ ചോദിക്കാറില്ല. ദൈവത്തിന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ എത്ര പേര് തടസ്സപ്പെടുത്തിയാലും ഞാനത് കൂടി ദൈവം തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ എന്നെ വിശ്വസിക്കുന്നവരാണ്. ഞാൻ പറയാൻ വന്നത് മക്കള് വന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ ദൈവം ഞങ്ങൾക്ക് 3 മക്കളെ, 100 കണക്കിന് മക്കളെ കഴിഞ്ഞ 51 വർഷം കൊണ്ട് സമ്പാദിക്കാൻ സ്വർഗത്തിന്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? നേടിയ ആത്മാക്കളാണ്. ഞാൻ പറയട്ടെ, നിങ്ങളിവിടെ കൂട്ടാൻ ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇട്ടുമൂടാനുള്ള സമ്പത്തുമുണ്ട് സമ്പാദിക്കാൻ, അതെല്ലാം കലറ നിങ്ങളെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ എന്നാൽ ഇതിന്റെ മഹത്വം തോന്നുകയാണ്. കൽവറയ്ക്കപ്പുറത്താണ് ഈ സമ്പാദ്യം കാണാൻ പോകുന്നത്, അതിന്റെ പ്രതിഫലം അറിയാൻ പോകുന്നത്. കല്ലറയ്ക്കപ്പുറത്താണ്.
അതുകൊണ്ട് നമുക്ക് ഈ 2025 കുറച്ച് മക്കളെ സമ്പാദിക്കും. തീരുമാനം എടുക്കാം. ഞാൻ വന്നിട്ടൂടെ വന്ന് വെറുതെ 2-3 ക്ലാസ് എടുത്ത് നിങ്ങൾ കൂട്ടായ്മയും മേടിച്ചുകൊണ്ട് എന്നോ പ്രയോജനമുണ്ട്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ. വേണ്ട തീരുമാനിക്കാം. എനിക്ക് 2025 കർത്താവ് തരികയാണെങ്കിൽ എനിക്ക് കുറച്ച് മക്കളെ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് പലർക്കും പറഞ്ഞു ഒത്തിരി ഉണ്ട് കേട്ടോ, ഒരുപാട് കഥകളുണ്ട്. എന്നാൽ മസ്കറ്റിലെ കാര്യം തന്നെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ റാന്നിയിലൊരു കല്യാണം. അതിനകത്ത് എനിക്ക് കാര്യമായ ശുശ്രൂഷ ഒന്നുമില്ലായിരുന്നു. ഞാൻ ആ സ്റ്റേജ് എന്നെ വിളിച്ചു കിട്ടി. ഒടുവിൽ പ്രാർത്ഥന ആവശ്യമാണ്. അങ്ങനെ വിവാഹ ശുശ്രൂഷ ചെയ്ത് കർത്താവിന്റെ ദാസൻ ചാർജ് വന്നു. ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ചുരുക്കി ഞാൻ പറയാം താഴോട്ടിറങ്ങി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കൈയൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു തടിമാടുന്നൊരു മനുഷ്യൻ ഭയങ്കര വണ്ണവും ഇടുക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് കൈ നിന്ന് ചെല്ലും കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ മുന്നോട്ട് വിചാരം കണ്ടിട്ടില്ല. സാറിന് എന്നെ അറിയാം. ഞാൻ പറഞ്ഞില്ല. മസ്കറ്റിൽ സാറ് വന്ന് പ്രസംഗിച്ച മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള പ്രസംഗിക്കത്ത് രക്ഷിക്കപ്പെട്ടവനെ അന്ന് ഞാൻ കത്തോലിക്കനായിരുന്നു. ഇനി ഞാൻ കൂടുതൽ തലക്കുറിച്ചില്ല. സ്തോത്രം. എന്താ വേണം? വേറെ എന്താ വേണം? ഇങ്ങനെ എത്ര അനുഭവം. ഞാൻ അന്ന് ചിന്തിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ചിന്തിച്ച ഒരു കാര്യം. എനിക്കറിയാമെന്ന് കുറെ പേരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അറിയാത്ത എന്റെ ശിശുക്കൾ മുഖാന്തരം രക്ഷിക്കപ്പെട്ട ഞാൻ അറിയാത്ത നിരവധി ആളുകളുണ്ട്. ഞാൻ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോ കർത്താവ് എന്നെ വിളിച്ചുകൊണ്ട് പോയി അവരെല്ലാം ഒന്നിച്ചു നിർത്തിയിട്ട് പറയും, കണ്ടോ പോലെ ഇവരെല്ലാം ഈ സുവിശേഷം പറഞ്ഞു വന്നവരാ. സ്തോത്രം. ഞാനിപ്പോ ഇതോടെ നിർത്തട്ടെ. ദൈവ കുടുംബത്തിൽ ഈ 3 കൂട്ടര് ഉണ്ടെന്ന് മാത്രമല്ല തന്നെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ദൈവ കുടുംബം ഒരു സംതൃപ്ത കുടുംബമായിട്ട് മാറുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിശ്വാസ ജീവിതം എന്നാണ് വീണ്ടും ജനിച്ചവനെ തിരിച്ചറിയുന്ന ഒന്നാമത്തെ അടയാളം. എന്താ? അവനൊരു വിശ്വാസ ജീവിതം ഉണ്ടായിരിക്കുന്നു. കർത്താവിൽ വിശ്വസിച്ചു തുടർന്നുള്ള ജീവിതം. നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞ് പോയപ്പോ നമ്മുടെ എന്നോട് പറഞ്ഞൊരു വാചകം, ആ വാക്യം ഞാൻ പലയിടത്തും ഉദ്ധരിക്കുന്ന ഈ വിഷയത്തോട് ചേർന്ന് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. കാഴ്ചയല്ല വന്നെ വിശ്വാസത്തിലാണ്. ഞങ്ങൾ പിന്നെ അതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടന്നു. ഇന്ന് വിശ്വാസത്തിന്റെ വല്ല കാര്യമാണ്. ആശക്തി രോഗം വന്ന ഡോക്ടറുണ്ട്, പിന്നെ വീട്ടിൽ മരുന്നിരിപ്പുണ്ട്, പിന്നെ വിശ്വാസത്തിന്റെ വല്ല കാര്യം. ആശ്രയ ജീവിയാണ് നമ്മൾ. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ചേർന്ന് ഈ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇബ്രാഹിം 11-ാം അധ്യായത്തിൽ അല്ലേ? ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യങ്ങളിൽ നോക്കി. 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 6-ാം വാക്യമാണ് അതിന്റെ ആ വിഷയത്തിന്റെ ഒരു സ്ഥാപിക്കപ്പെടുന്ന ഒരു വാക്കാണ്. വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. 6-ാം വാക്യത്തില് വിശ്വാസം കൂടാതെ
ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. 5-ാം വാക്യത്തില് ദൈവം അവനെ എടുത്തു കൊണ്ടുപോയാൽ കാണാതെ അവൻ ദൈവത്തെ എന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. എങ്ങനെ പ്രസാദിപ്പിച്ച്? ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്ങനെ? അപ്പൊ ദൈവം ഒരു വ്യക്തിയിൽ പ്രസാദിക്കുന്നെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയല്ല പ്രസാദിക്കുന്നതിന് ആ ലോകത്തോട് കൂടിയിട്ടാണ് പ്രസാദിക്കുന്നത്. എന്താ അകത്തെന്തോണം? അതെന്തോണം? വിശ്വാസം. ഇനി അകത്തെ വിശ്വാസത്തിന്റെ പുറത്തെ പ്രതിഫലനമുണ്ട്. അകത്തെ വിശ്വാസത്തിന്റെ പുറത്തെ പ്രതിഫലം. 6-ാം വാക്യത്തിൽ പറയും, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധിക്കുക. അകത്ത് ആ വിശ്വാസം വന്ന് ദൈവം പ്രസാദിക്കും. അതിന്റെ പ്രതിഫലനം എന്താ അറിയാമോ? അത് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 300 സന്ദർശകർ. വിശ്വാസത്തിന്റെ പ്രതിഫലനം എന്തായിരുന്നു? ദൈവത്തോട് ഇതാണ് വിശ്വാസത്തിന്റെ പ്രതിഫലനം. വിശ്വാസം എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് പ്രകടമാക്കപ്പെടുന്നത് എങ്ങനെയാ? ദൈവത്തോട് കൂടെയുള്ള നടപ്പിലാണ്. ഇനി ബൈബിൾ ക്വിസ്, നിങ്ങളുടെ ഈ ബാലസംഘത്തിനും IMF-നും ഒക്കെയുള്ള ഒരു ഐറ്റമാണ് ബൈബിൾ ക്വിസ്. ഒരു ചെറിയ ബൈബിൾ ക്വിസ് ഞാൻ നടത്തുക. ഈ ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ എത്ര വർഷമാണ്? പറഞ്ഞു 365. അദ്ദേഹം ദൈവത്തോട് കൂടെ നടന്നത് എത്ര വർഷമാണ്? 300. അപ്പൊ ദൈവത്തെ കൂടാതെ നടന്നത്, ദൈവത്തെ കൂടാതെ നടന്ന എത്ര വർഷമാണ്? ഞാൻ കണക്കിന് പിമ്പിലാവട്ടെ, നിങ്ങളുടെ പിടിക്കില്ല. വളരെ ദൈവത്തെ കൂടാതെ നടന്ന് 65 വർഷം. ഈ 65 വർഷം ദൈവത്തെ കൂടാതെ നടന്നിട്ട് എങ്ങനെ കല്യാണം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരും ഒക്കെ കേൾക്കും. ഈ 65-ാമത്തെ വയസ്സിൽ ഇയാൾ തീരുമാനിച്ചു ഞാൻ ദൈവത്തോട് കൂടെ എതിർപ്പില്ലാതെ വിശ്വസിച്ചു, ദൈവത്തോട് കൂടെ നടക്കാൻ തീരുമാനിച്ചു. നീ അടുത്ത ബൈബിൾ അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം എന്താ? ഈ 65-ാമത്തെ വയസ്സിൽ നമുക്ക് ഇന്ന് 65, എനിക്ക് 65 കഴിയാണ് ഇളവനായി. ഇന്നത്തെ 65 വയസ്സെന്ന് പറയുന്നത് വാർദ്ധക്യം. പക്ഷെ അന്നത്തെ യുവത്വം 365 വയസ്സെന്ന് പറയുമ്പോൾ 65 എന്ന് പറയുന്നത് എന്തോ അല്ലേ? അപ്പോ ഈ 65 വയസ്സിൽ ഇയാൾ ദൈവത്തോട് കൂടെ നടക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം ഞാൻ ഓരോരുത്തരോടും ചോദിക്കുന്നില്ല. എന്താ കാരണം എന്നറിയാം? 65-ാമത്തെ വയസ്സിൽ ഒരു ചെറുക്കനുണ്ടായി. അപ്പം തീരുമാനിച്ചു ഇനിയും എന്ത് ചെയ്യണം? എന്റെ ചെറുക്കൻ്റെ മുമ്പിൽ ഞാൻ അങ്ങനെ നടക്കണം. മാതൃകയായിട്ട് കുറഞ്ഞ പക്ഷം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, കുറഞ്ഞ പക്ഷം നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴെങ്കിലും വിശ്വാസ ജീവിതത്തിന് സമർപ്പിക്കണം. കാരണം എന്താ? എന്റെ കുഞ്ഞ് എന്റെ നടപ്പ് കണ്ടവർ പഠിക്കണം. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ പറഞ്ഞു തരികയാട്ടോ. നമ്മുടെ മക്കൾ നമ്മുടെ വിരലുണ്ട്, നമ്മുടെ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇന്ന് എൻ്റെ പിള്ളേർ ആരെങ്കിലും ഒത്തിരി പരിപാടികൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്? പ്രത്യേകിച്ച് ഈ എതിർ വിടുന്നതൊന്നും ഒരു ചിന്തയില്ല. ഇയാൾക്ക് ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്. ഇയാൾക്കെന്ന് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ എന്നെക്കുറിച്ച് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ ഒരു കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ടെന്നൊന്നും ഇവരെ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ എന്റെ മക്കളുടെ മുമ്പിലാണ് ഞാൻ ജീവിച്ചത്. ആരും സഹിച്ചാലും അവരെ അത് സഹിക്കാൻ അവർക്ക് അവരുടെ അപ്പനെയാണ്. ഞാൻ വ്യക്തമായിട്ട് വിശ്വാസ ജീവിതം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആ ജീവിതം ഹാനോക്ക് ആരംഭിച്ചത് തനിക്കൊരു മകനുണ്ടായപ്പോഴാണ്. ഇതൊക്കെ ദൈവത്തിൽ നമുക്ക് പ്രായോഗികമായി പഠിക്കാൻ കഴിയുന്നതും പ്രായോഗികമാക്കാൻ
സാധിക്കുന്നതുമായ കാര്യമാണ്. തലമുറ കൈവിട്ടു പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുതുജന്മത്തിന്റെ ആദ്യത്തെ അടയാളം ദ എവിഡൻസസ് ഓഫ് ദ ന്യൂ ബർത്ത് എന്ന വിഷയത്തിന്റെ ആദ്യത്തെ കാര്യത ആ വ്യക്തിക്ക് ഒരു വിശ്വാസ ജീവിതമുണ്ടായി. രണ്ടാമത്തെ കാര്യം നമ്മൾ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? 1-ാം ലേഖനം 3-ാം അധ്യായം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള അടയാളം താൻ വ്യക്തമാക്കും. ഞാൻ വാക്യങ്ങൾ മുഴുവൻ വായിക്കേണ്ട വെച്ചു. ഏത് വാക്യം വായിക്കേണ്ടതെന്നാണ് ഞാൻ നോക്കിയത്. 9-ാം വാക്യം. 9-ാം വാക്യം. ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനെ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് ജന്മം, പുതുജന്മം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്നുള്ള ജന്മം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ അടയാളം എന്ത് ചെയ്യുന്നുണ്ടോ? എന്താ? ഞാൻ പെട്ടെന്ന് പറയാം, അവനൊരു വിശുദ്ധ ജീവിതമുണ്ടായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് എന്താണോ? ഒരു വിശുദ്ധ ജീവിതമുണ്ട്. ഈ വാക്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? വായിക്കേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആര് പാപം. ഇതിന്റെ ഗ്രീക്കൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങോട്ട് ഗ്രീക്കിലോട്ടം പോകും. ഏതെങ്കിലും വാക്ക് കൊടുത്താൽ ഹീബ്രുവും ഗ്രീക്കും ഒക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്. സാറി ഞാൻ എന്തായാലും ഈ മലയാളത്തിൽ പറഞ്ഞോട്ടെ, ഞാൻ മലയാളത്തിൽ തന്നെ ചിന്തിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അവന്റെ ഉള്ളിൽ ഒരു വിത്താണ്. ആ വിത്ത് ഏതാ? ദൈവത്തിന്റെ വചനമാണ്. ആ വിത്തുള്ളത് കൊണ്ട് അടുത്ത വചനം അറിയാമോ? ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഈ വിത്തകത്തുള്ളത് കൊണ്ട് ഈ വിത്ത് സമ്മതിക്കത്തില്ല. എന്തിന്? ലളിതമായ ഞാൻ മുമ്പ് എൻ്റെ പിതാവിൻ്റെ കാര്യം പറഞ്ഞില്ലേ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയും എൻ്റെ റോൾ മോഡലും ഒക്കെ ജീവിതത്തിലും എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനാണ്. അത് പറയുന്നത് എനിക്ക് വലിയ അഭിമാനമാണ്. അപ്പൊ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. ഈ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരെയും തിരിച്ചറിയാൻ ഒറ്റ അടയാളം മതി. അദ്ദേഹം പറയുക, പന്നിയും ആടിനെ നോക്കി. ഇതിനെയൊക്കെ പന്നിയും നല്ല PA സോപ്പൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഇപ്പൊ PA ഒന്നും ഇപ്പൊ വേറെ വലിയ സോപ്പുകളൊക്കെ അതൊക്കെ ഇട്ട് നല്ല ബ്രഷും കൊണ്ട് നല്ല നന്നായിട്ട് തേച്ച് കുളിപ്പിച്ചൊരു പന്നിയെ അങ്ങോട്ട് വിട്ടേ. എന്നെ കുളിപ്പിച്ചൊക്കെ വിട്ട അവള് സൂക്ഷിക്കോ, എവിടെ ചെളിയുണ്ട് അങ്ങോട്ടാ പോവുക. അത്ര ദിവസം പറയുന്നുണ്ട് അല്ലേ? ആടിനെ നോക്കി ചെളിക്കകത്തോട്ട് പിടിച്ചിറങ്ങണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടാ. ഇതാ വ്യത്യാസം. കുഞ്ഞെന്ന് വിളിച്ചുകൊണ്ട് പ്രായമുള്ളവർക്ക് ഉള്ളതല്ലെന്ന് വിചാരിക്കരുത്. എല്ലാവരോടും കൂടെ പറയുന്നത് പാപത്തിലേക്കുള്ള ആസക്തി നിന്നിലുണ്ടെങ്കിൽ നീ പേടിക്കണം. വീണ്ടും ജനിച്ചവൻ എന്തിലേക്കുള്ള ആസക്തിയാണ്? വിശുദ്ധിയിലേക്കുള്ള ആസക്തി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പിച്ചോളാം, ഞാനാരാ.
അപ്പോഴും ഉറപ്പിച്ചോളണ്ട വീണ്ടും ജനിച്ചോ. ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാം. അവിടെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ചിലർക്ക് കുറിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് സന്തോഷം. ഈ പാപം ചെയ്യാനുള്ള ആസക്തിയും വിശുദ്ധി ചെയ്യാനുള്ള വിശുദ്ധിയിലേക്കുള്ള ആസക്തി, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒരു കുഴപ്പം സംഭവിച്ചു, ജീവിതത്തിൽ ഒരു കുഴപ്പം അറിയാതെ തന്നെ പറ്റിപ്പോയി, പറ്റിപ്പോയി, അല്ലെങ്കിൽ പോട്ടെ മനഃപൂർവ്വമായിക്കോട്ടെ, ഒരു കാര്യം സംഭവിച്ചു. ഇതേ കാര്യങ്ങൾ അറിഞ്ഞ സഹോദരന്മാരും ഒക്കെ വിളിച്ച് ചോദിക്കുകയാണ്, അങ്ങനെ സംഭവിച്ചില്ല, അത് ശരിയായോ, അത് വേണ്ടായിരുന്നു. ഇവിടുത്തെ അപ്പച്ചന്മാരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, അത് വേണ്ട. അബ്രഹാം കണക്കാണില്ലേ, പുസ്തകത്തിൽ നിന്ന് എന്തോ എടുക്കുന്നത്, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയല്ല, പിന്നെ ഞാൻ ചെയ്ത തെറ്റിന് വേദവസൂതി. എന്താണ് നിങ്ങൾ മിണ്ടാത്ത? ഞാൻ ചെയ്ത തെറ്റിന് വേദവസൂതി വാക്കിയുണ്ട്. ഇനി കർമ്മത്തിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ അബ്രഹാമിനെ കൂട്ടുപിടിക്കും. എന്നൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ ദാവീദ് വെക്കും. സഹോദരൻ നീ ഗുണപ്പെട്ടവരല്ല. രക്ഷിക്കപ്പെട്ടവനാണ് വേണ്ടാവേ. ഞാൻ വേദപുസ്തകത്തിൽ 2 വ്യക്തികളെന്ന് പരിചയപ്പെടുന്നു. ഏകനാഥനോട് ഒരു പ്രവാചകൻ ചെന്ന് പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണ്, നിന്റെ അന്തഃപുരത്തിൽ നടക്കുന്ന കാര്യം പാപമാണ്, തെറ്റാണ്. അയാൾ തന്നെ ചെയ്തേ, ആ പറഞ്ഞ തല വെട്ടി, തർമ്മത്തിന്റെ തല വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതാ പഴം. തല വെട്ടി താഴത്ത് വെച്ചു. അതേസമയം വേറൊരു മഹാരാജാവായ ആ മഹാരാജാവിന്റെ മുമ്പിൽ ഒരു പ്രവാചകൻ ചെന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഇന്ത്യയാണ്. ഒരു ന്യായങ്ങളുമില്ല. ദൈവത്തിന് മുമ്പിൽ നെടുമ്പാടും മഹാമനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പാപം ചെയ്ത ആ കുടുംബത്തോടല്ല, ഊരിയവരോടല്ല, ഞാൻ ആ സ്ത്രീയോടല്ല, ഞാൻ പാപം ചെയ്ത സമൂഹത്തോടല്ല, വിളിച്ചു പറയുക, നിന്നോട് തന്നെ പാപം ചെയ്തു. നിനക്ക് ഗുണപ്പെട്ടവന്റെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. സഭയിൽ അത്രണ്ണം വിട്ടുപോയിട്ടുണ്ടല്ലേ. ഞാൻ ഇവിടുത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, എത്ര എണ്ണം പോയിരിക്കുന്നു. വീണ്ടും ജനിച്ചവനെയും വീണ്ടും ജനിക്കാത്തവരെയും തിരിച്ചറിയാൻ ഈ ഒരൊറ്റ ടെസ്റ്റിമോണി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനാണെങ്കിൽ ഈ സവാരികളൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നധികം തമാശ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ നാട്ടിൽ ഞങ്ങളുടെ അവന്മാരൊക്കെ കൂടുമ്പോൾ ഞങ്ങൾ തലയടിച്ച് ചിരിക്കത്തക്കമുള്ള തമാശ. വിശ്വാസികൾക്ക് യോജിക്കുന്നത് മാത്രമേ പറയുള്ളൂ, യോജിക്കാത്തതൊന്നും പറയില്ല. ഈ തമാശ പറയുന്നതാണ് ചിലപ്പോ നമ്മുടെ കൂടെ നിന്ന് ചിരിക്കുന്ന ഈ പാർട്ടികളെ നമ്മൾ ചിലപ്പോ ഒന്ന് കുറ്റപ്പെടുത്തും. അത് കേൾക്കുന്നവരുടെ മൂർച്ച കൂട്ടി ഇങ്ങോട്ട് ഉണ്ട്. അപ്പൊ ഞാനെന്ത് ചെയ്യും, അതിനൊക്കെ മൂർച്ച കൂടിയത് അങ്ങോട്ട്. ഈ സംഭാഷണം എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോ
എൻ്റെ മനസ്സിൽ എത്രയോ പ്രാവശ്യം കുറ്റബോധമുണ്ടാക്കി. ആശയമാണെങ്കിലും അതിന് സഹോദരനെ വേദനിപ്പിച്ച് കാണും. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിന് വില കൊടുത്ത് നിൽക്കണം. ചിലത് സഭയിലൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചർച്ചയൊക്കെ വരുമ്പോൾ പ്രായോഗികമായിട്ടാണ് ഞാൻ പറയുന്നത്, വലിയ ആൾക്കാരൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ആലോചന യോഗത്തിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ചില എഴുന്നേറ്റ് നിന്ന് നല്ല ഡോസ് കൂട്ടിയല്ലേ താങ്ങും. ഞങ്ങളുടെ ചിലർക്ക് കുറ്റങ്ങളുണ്ട്, ഞാനത് പറയേണ്ട കാര്യം. മറ്റു ചിലരാണെങ്കിൽ എന്തായെന്നറിയാം, അല്ലേ, അവനത് ആവശ്യമാണ്, ഞാൻ കൊടുക്കേണ്ടതാണ്. തെറ്റ് ചെയ്തിട്ട് അതിൽ സ്മാർട്ട്നെസ് കണ്ടെത്തുന്നെങ്കിൽ നീ നിന്നെ തന്നെ പരിശോധിക്കണം. കേട്ടോ? വീണ്ടും ജനിച്ചവന്മാർക്കൊക്കെ ഇരിക്കുക, പക്ഷെ മോളെ കാണും. ഇപ്പോ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ ചിന്ത, നമ്മുടെ ചിന്തയിൽ പറ്റിയിരിക്കുന്ന ഒരു വലിയ അപകടകരമായ ഒരു ധാരണയുണ്ട്. ഈ രക്ഷണ ഭദ്രത എന്ന് പറഞ്ഞാൽ പാപം ചെയ്താലും കുഴപ്പമില്ലെന്ന് ഗ്രഹിച്ച് ജീവിക്കാനുള്ള ഒരു ഉപദേശമാണ്. വേദോസത്തിൽ അങ്ങനെയല്ല. നോക്കി, ഈ 2-ാം അധ്യായത്തിലേക്ക് വന്ന് 1-ാം വാക്യം നോക്കി. നീതിമാനായ ഒരു കാര്യസ്ഥൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുവരും. അത് തുടങ്ങുന്നതിനാണെന്നറിയാം, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, എന്തൊരാശ്വാസം അല്ലേ, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ ഒരു കാര്യസ്ഥൻ സ്വർഗത്തിലുണ്ട്, അല്ലേ, സ്വർഗത്തിലുണ്ട്. പാപം ചെയ്തു പോയെങ്കിൽ ഒരു കാര്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. എന്തിനാ തെളിയെന്ന് നോക്കി ആദ്യത്തെ വാക്യം വായിച്ചു. എന്തിനാ തെളിയ? പാപം ചെയ്യാനാണ്, പാപം ചെയ്യാനാണ്. പുസ്തകം സൂക്ഷിച്ചു വായിക്കും. ആവശ്യമില്ലാത്ത വ്യാഖ്യാനം കൊടുക്കരുത്. എന്താ? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. അഥവാ പാപം ചെയ്തെങ്കിലോ നീതിമാനായ ഒരു കാര്യസ്ഥൻ സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ആലയങ്ങളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ കൃപ എന്ന് പറയുന്നത് ഞാനിവിടെ നേരത്തെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. കൃപ എന്തിനാണ്? പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ക്ഷമയ്ക്കുള്ളതാണത് കൃപ, അല്ലേ? അപ്പോസ്തലൻ ചോദിക്കുന്നത് എന്താ? 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, റോമർ 6:1. എന്താ? എടുത്തുവെച്ച് വായിച്ചു, മനപ്പാട് ഓർമ്മയില്ലെങ്കിൽ എടുത്തു വായിച്ചു. എന്താ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ കേട്ടുകൊണ്ടായിരിക്കുന്നത്. എങ്കിലും ഈ വിഷയത്തോട് ചേർന്നായതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. പാപം ചെയ്യുക, പാപം ചെയ്യുക, പാപം ചെയ്യുക, പാപം പെരുക്കി എന്ത് ചെയ്യുക? കൃപ പെരുക്കുക. 5-ാം അധ്യായത്തിൽ ഒടുവിൽ അതാ പറഞ്ഞിരിക്കുന്നത്. എന്താ? പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു തൊട്ടടുത്ത് പറയുക. എന്താ? കൃപ പെരുകുന്നതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും
ഞാൻ ഈ പറഞ്ഞിരുന്നു ഒരു നാളും അത് എന്തിനായി കൃപ? പാപം ചെയ്തു കഴിഞ്ഞിട്ട് ചെന്ന് ക്ഷമിക്ക് വേണ്ടി കൃപ. അതാണോ കൃപ? ആണോ? അല്ല. പിന്നെ എന്തിനാ? പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയാണ് ദൈവത്തിന്റെ കൃപ. ദേവദാസന്മാർ പറഞ്ഞിട്ടുള്ളതെങ്കിലും എന്റെ ഈ വിഷയത്തോട് ചേർത്ത് ഞാൻ പറയട്ടെ. നമ്മൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. അതുകൊണ്ട് കൃപ ലഭിക്കുക. എന്താ? തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനായി എന്ത് ചെയ്യുക? ആ കൃപാസനത്തിനോട്ട് അടുത്തി എന്ന് മുട്ടുമടക്കി എന്ത് കിട്ടും? എത്ര വലിയ പാപം ചെയ്താലും അവിടോട്ട് ചെന്ന് പ്രാർത്ഥിച്ചാലുടനെ ആ പാപത്തിനുള്ള ക്ഷമയായിട്ട് എന്ത് കിട്ടുമെന്നാണ്? കൃപ കിട്ടും. ആ വാക്യം സൂക്ഷിച്ചു നോക്കിയേ. തൽസമയത്ത് സഹായത്തിനുള്ള ഡോക്ടർ ഐൻസൈഡ് എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയും? തത്സമയം എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് കഴിഞ്ഞുള്ള അടുത്ത നിമിഷമാണ് തത്സമയം. പിന്നെ പാപം ചെയ്യാൻ പ്രേരണ ഉണ്ടാകുന്ന ആ നിമിഷം എന്തിനാ യാചിക്കുന്നത്? എന്തിനാ? കർത്താവേ എനിക്ക് കൃപ തരണേ. ഇറങ്ങി ഓടിയിട്ടുണ്ടോ? ഇറങ്ങി ഓടണമെന്നുള്ള കൃപ. നിൽക്കാനല്ല. ചിലര് ഈ പാപത്തിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ മസിന് പിടിച്ചങ്ങ് നിൽക്കാൻ നോക്കും. ഞാൻ അത്ര കൊച്ചുകുടിയൊന്നുമല്ല, ഞാൻ ഇച്ചിരി വലിയ ആളാ. വീണത് എപ്പോഴാന്ന് ചോദിച്ചാൽ മതി. എത്ര വലിയ ജോസഫാണെങ്കിലും എന്തോ ചെയ്യണം? ഇറങ്ങി ഓടിക്കണം. ആ ഓടണമെങ്കിൽ എന്താ വേണം? എന്താ വേണം? കൃപ വേണം. ആ കൃപയുടെ കാര്യം പറയുന്നത് സമയത്ത് പ്രിയമുള്ള ദൈവങ്ങളെ ഞാൻ ആലോചിക്കുന്നത് നീങ്ങുന്നില്ല. 55 വർഷം കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. 51 വർഷമായി സുവിശേഷകാരൻ. വില കൊടുക്കാൻ നിങ്ങൾ പറ്റില്ല. ദൈവ കൃപയില്ല. സ്തോത്രം. ഒരു നിമിഷം ഈ വേല ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ അവന് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത്. എവിടെ ആശ്രയിക്കണം? ദൈവ കൃപയിൽ സമ്പൂർണമായ ആശ്രയം. വളരെ ചുരുങ്ങിയ മിനിറ്റുകളേ ഉള്ളൂ. ഈ പാപത്തോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യം പാപത്തോട് ചേർത്ത് നമ്മൾ പഠിക്കണം. ചത്താലും മറക്കരുത്. എങ്കിലും നമ്മുടെ നാടൻ ശൈലി ഞാൻ പറയാം. ചത്താലും മറക്കരുത്. ഈ പറയുന്നതായി 3 പ്രധാന കാര്യങ്ങൾ പാപത്തോട്. ഒന്ന്, പാപത്തിന്റെ ശിക്ഷ. വിശ്വാസം മനസ്സിലാക്കേണ്ട കാര്യം പാപത്തിന്റെ ശിക്ഷ. The penalty of sin. പാപത്തിന്റെ ശിക്ഷ. 2, പാപത്തിന്റെ ശക്തി. The power of sin. പാപത്തിന്റെ ശക്തി. 3, the presence of sin. പാപത്തിന്റെ സാന്നിധ്യം. ഞാനിത് 3 കൂടെ ഒന്ന് ചേർത്ത് നമ്മുടെ വിശുദ്ധ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ. പാപത്തിന്റെ ശിക്ഷ ആരനുഭവിച്ചു? യേശുക്രിസ്തു അനുഭവിച്ചു. രാത്രി ഞങ്ങളിൽ നിന്ന് സംസാരിച്ചിരുന്ന കാര്യം സ്തോത്രം. ഈ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു മാത്രം അനുഭവിച്ചാൽ
നമുക്ക് ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടും. നടക്കരുത്. യേശുക്രിസ്തു മാത്രം പാപത്തിന്റെ ശിക്ഷ, എന്റെ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു മാത്രം അങ്ങ് അനുഭവിച്ചു. എനിക്ക് പാപത്തിന്റെ ശിക്ഷ എന്ന് വിടില്ല. അപ്പോൾ നരകത്തിൽ ഞാൻ രക്ഷപ്പെടും. ഏറെ ദിവസം സൂക്ഷിച്ച് വായിക്കാതിന് കുഴപ്പമാണ്. ഇന്ന് അപ്പം മുറിച്ചപ്പോഴും അതാതെ എന്റെ പാപത്തിന്റെ ശിക്ഷ നീ അനുഭവിച്ചിട്ടുള്ളത് സ്തോത്രം. യേശുക്രിസ്തു പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചപ്പോ കർത്താവിൽ ആരുണ്ടായിരുന്നു? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ യേശുക്രിസ്തു നമ്മുടെ കൂടെ മരിക്കുകയല്ല, അതിനെ നിങ്ങൾ കർത്താവിനോടുകൂടെ മരിച്ചു. സ്തോത്രം. എന്റെ ദൈവത്തിന് മഹത്വം. സ്വർഗത്തിലെ ദൈവം ചെയ്ത വലിയ പരിപാടി എന്താണെന്നറിയാമോ? 20 നൂറ്റാണ്ട് യേശു കുരിശിൽ മരിച്ച് കഴിഞ്ഞ് 20 നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിക്കുന്ന എന്നെ എന്ത് ചെയ്തോ? യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം. ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചു. പാപത്തിന്റെ ശിക്ഷ ഞാൻ എന്ത് ചെയ്തു? യേശുവിനോടുകൂടെ. ഇതൊക്കെ പുസ്തകത്തിലുണ്ട് കേട്ടോ. ഇച്ചിരി അത് ശ്രദ്ധിക്കണമെന്നോ. എങ്ങനെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ പോയത്? യേശു ക്രിസ്തു പാപനിമിത്തം ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ ശിക്ഷ അനുഭവിച്ച കൂട്ടത്തിൽ നമ്മുടെ കർത്താവിൽ നമ്മുടെ പാപികളായതെങ്കിൽ നമ്മൾ പാപം ചെയ്തോ? പാപം ചെയ്തിട്ടാണ്. അല്ല പിന്നെ ആറാം പാപം ചെയ്ത വേറൊരുത്തം പറയാം, അപ്പോൾ മുദ്രിങ്ങാതില്ല മകളുടെ വല്ല വിളിക്കുമോ? ആറാം പാപം ചെയ്ത ഞാനെന്തെയ്യ പാപം ചെയ്യുന്നത്? മോനെ, ആറാം പാപം ചെയ്തത് നിന്നെ അവരെ രക്തത്തിൽ വെച്ചോണ്ടാ. അതുകൊണ്ടാണ് നീ സ്തോത്രം. ആദാം തന്നിൽ വെച്ചുകൊണ്ട്, എന്നെ വെച്ചുകൊണ്ട് പാപം ചെയ്തതുകൊണ്ട് ഞാൻ പാപിയായതുപോലെ എന്റെയും കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു. അങ്ങനെയാണെങ്കിൽ വെച്ചാൽ എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടായിരുന്നു. അവിടെ എല്ലാവരെയും കൊണ്ടാണ് യേശു വെച്ച്. എന്താ അവരാണ് സ്വർഗത്തിൽ പോകാത്ത? ഉത്തരം പറയുന്നേ ഇതൊരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? വിശ്വസിക്കുക. ഇനിയും ഒരാൾ നരകത്തിൽ പോകുന്നത് അയാൾ പാപം ചെയ്തുകൊണ്ടല്ല, ആറാം പാപം ചെയ്തുകൊണ്ടല്ല, പിന്നെ വിശ്വസിക്കാത്തതുകൊണ്ട്. അവരെയും കൊണ്ട് യേശു മരിച്ചു, അവരുടെ പാപത്തിന് യേശു പരിഹാരം വരുത്തി എന്ന് അവൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവൻ നരകത്തിൽ പോകുന്നത്. സ്തോത്രം. പാപത്തിന് ശിക്ഷ കഴിഞ്ഞു അല്ലേ? രണ്ട്, the power of sin. പാപത്തിന് ശിക്ഷ നമ്മള് കർത്താവിനോടൊപ്പം അനുഭവിച്ചു. നമ്മളിനി പാപനിമിത്തം എന്ത് ചെയ്യാം? നരകത്തിൽ പോവുകയാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ എന്തുണ്ട്? പാപത്തിന്റെ ശക്തിയുണ്ട്. ഞാൻ ഇതൊരു വലിയ വിഷയമാണ്. ഞാൻ ഒരു മഹനത്തെ പറയാം. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നിർമ്മിതി, സൃഷ്ടി എന്ന് പറയുന്നതിനേക്കാൾ ശരി നിർമ്മിതി. ദൈവം ഈ മനുഷ്യനെ നിർമ്മിച്ചുകൊണ്ട് ഈ വാതില് അടയ്ക്കാതെ കുറേ ഭാഗങ്ങൾ നേരിട്ടുണ്ട്, തുറന്നു ഇല്ലേ? അവിടെ കൊണ്ട് ആ മനുഷ്യൻ എന്നായിരുന്നു പറഞ്ഞിട്ടേ ഇതുണ്ടാക്കുന്ന കുഴപ്പം തുറന്നിട്ടില്ല. അത്
തുറന്നിട്ടേക്കാം. പക്ഷെ ഈ 3 തുറന്നിട്ടേക്കാണെങ്കിൽ നമ്മുടെ കരുതിയെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാം. ഒരു പയ്യൻ ഒരു സിനിമാ പോസ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു ബസ് സ്റ്റാൻഡിൽ ആസ്വദിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ കാനാച്ചൻ ചെന്ന് ചോദിച്ചു, പറയും മോനെ ഇവിടെ അവിടെ അത് ഉണ്ടാകുന്ന സംഭവം മോനെ പോ ഞാൻ പോണ്ടി ഉച്ച കഴിയും സാർ ഇന്നലെ ഞാൻ പോയി മോനെ എല്ലാം നോക്കി പിന്നെ എന്നത്തിന് ഇതിവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചിരുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചേക്കുന്നു എന്നത്തിനാ? എടാ നിനക്ക് കാണാൻ അല്ലടാ കുഞ്ഞിത് ഇതവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചേക്കുന്നു. ഇവിടുന്ന് എന്ത് കരുതാ മോഹൻ കാണാൻ പറഞ്ഞു. എന്റെ മമ്മിയെ ചെറുക്കനെ കാണാൻ അപ്പ ഇന്ന് പോയി കാണുന്ന പെൺകൊച്ചിന് എന്താ കാണാൻ മോഹം ഗർഭം ധരിച്ചിട്ട് പാവത്തിന്റെ എത്ര വലിച്ചു കളയാൻ ശ്രമിച്ചാലും എന്തുണ്ട്, ഇതിന്റെ പ്രലോഭനം നമ്മളുടെ ജീവിതത്തിലുണ്ട്. അതിനെ ജയിക്കാൻ രണ്ട് പരിപാടികളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ വചനം പഠിക്കുക. 2, കൃപാസനത്തെ സമീപിക്കുക. 2 മൂന്നാമത്തെ എന്താ? ഭാവത്തോട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ എന്താ? ഭാവത്തിന്റെ സാന്നിധ്യം. നമ്മുടെ എവിടെ ജീവിക്കുന്നത്? പാപ സാന്നിധ്യമുള്ള ഒരു ലോകത്തിലാണ് നമ്മള് ജീവിക്കുന്നത്. ഈ കർത്താവ് വരുന്നത് എന്തിനാണെന്നറിയാമോ? എബ്രായർ 7:28. അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലും അർപ്പിക്കപ്പെട്ടു. പിന്നെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ. 2, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷ. 3, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ കർത്താവിടെ നിന്ന് കൊണ്ടുപോകാൻ വരുന്ന ആ രക്ഷ. പൊതുജനത്തിന്റെ ആത്യന്തിക തലം ഇതാണ്. ഒരു ദൈവപൈതൽ വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന്റെ അനിവാര്യത ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ. നമ്മുടെ വിശുദ്ധ ജീവിതത്തിലാണ് ദൈവസന്നിധിയിൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. വിശ്വാസിയുടെ ന്യായവിധി എന്ന് പറയുന്ന ഒരു പ്രധാന വിഷയമാണ് ബൈബിൾ. എല്ലാവരും ഒന്ന് നേരെ ഇരിക്കാം. വിശ്വാസികളുടെ ന്യായവിധി, ഭൂതകാല ന്യായവിധി, വർത്തമാനകാല ന്യായവിധി, ഭാവികാല. ഭൂതകാല ന്യായവിധി കഴിഞ്ഞു അല്ലെ? കർത്താവിനോടുകൂടെ ശിക്ഷിക്കപ്പെട്ടു, പാവം ശിക്ഷിക്കപ്പെട്ടു. വർത്തമാനകാലത്തിലെ ന്യായവിധി പറയാം. പുത്രന്മാരാ അല്ലേ? പുത്രന്മാർക്ക് എന്ത് കിട്ടും? ഇതാ വർത്തമാനകാലത്തില് ന്യായവിധി. ന്യായവിധി ദൈവത്തിന്റെ വീട്ടിലെ ന്യായവിധി, ദൈവഗൃഹത്തിലെ ന്യായവിധി. സഹോദര ഞാൻ പറയട്ടെ, വളരെ ഭയത്തോടെ ഞാൻ പറയട്ടെ,
ഈ ശിക്ഷ നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ, പാപത്തിൽ തുടർന്നിട്ടും ഈ ശിക്ഷ നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ നീ പേടിക്കുന്നത് എന്താ? നീ മകനല്ല, ജാതസന്തതിയ. അപ്പൊ ദൈവത്തിന് ജാതസന്തതി ചോദ്യം എന്താ? ഏതാ ജാതസന്തതി എന്നറിയാം? രക്ഷിക്കപ്പെടാതെ പോയി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട് ചില ആഴ്ചയിലും ലോകം കണ്ടാൽ ഇവനാരാ? ഇവനും മകനാ അല്ലേ? ലോകത്തിന്റെ കാഴ്ച യഥാർത്ഥത്തിൽ ഇവനാരല്ല. കുഞ്ഞേ, വളരെ ഗൗരവമായിട്ട് പറയും. ഞാൻ പലപ്പോഴും തമിഴ്നാട് ചോദിച്ചിട്ടുണ്ട്, ഇത്ര 67 വയസ്സ് കഴിയും എന്നിട്ടും നിർത്താറായില്ലെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ തല്ലുന്നത്? നീ തല്ലലാണ്. എൻ്റെ മുമ്പിൽ വേറെ ഉദ്ദേശമായിരിക്കും അല്ലേ? ആ ഉദ്ദേശങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല. കിട്ടുന്നില്ലെങ്കിൽ പേടിച്ചോണം. മൂന്നാം ക്രിസ്തുവിന്റെ ന്യായവിധി എന്തോന്നാ? ശിക്ഷിക്കാനാണോ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു ഇല്ല. ഞാൻ നിർത്തുക, സമയമായിരുന്നെങ്കിൽ ഈ സമയത്ത് നിർത്തിയില്ലെങ്കിൽ കുറ്റബോധമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോകും. അടിയും കിട്ടിയത് അവിടെ വെച്ച്. പക്ഷെ കൈ കിട്ടുന്നതൊക്കെ ആമ്പിള്ളേർ അടിക്കുന്നു. ഉള്ളവന്റെ കൂടെ എടുത്തോ. നിയമിക്കലുമ്പോ എന്ന് കാണുന്നതിന് ഇതെല്ലാം ഉറപ്പുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. പൊന്നുകുഞ്ഞുങ്ങളെ പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ബാലസംഘവും വൈകുന്നേരവും പിന്നെ യൂത്ത് മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, പിന്നെ ആ മിനിസ്ട്രി ഈ മിനിസ്ട്രി ഇതെല്ലാം ചെയ്ത് ചൊടിവ് നരകത്തിൽ പോയത്. ദൈവസംഘിക്കനെപ്പെടാൻ താഴെ സ്വയം പരിശോധിക്കാൻ ഒരു അവസരം ഉപയോഗിക്കാം. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രിയാണ്. ഞാൻ കർത്താവിൽ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നുണ്ടാവും. ഞാൻ വീണ്ടും ജനിച്ചാലാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ എനിക്കൊരു വിശുദ്ധ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ